കനത്ത ചൂടിൽ തിളച്ച ജില്ല. സൂര്യാഘാതത്തിനെതിരെ മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം. പ്രളയത്തിന് ശേഷമുള്ള കാലാവസ്ഥാ വ്യതിയാനമെന്ന വിദഗ്ധർ. പീച്ചി ഒളകര വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ആദിവാസികളുടെ പ്രതിഷേധ സമരം. ഒളകര ആദിവാസി കോളനിയിൽ വനംവകുപ്പ് അധികൃതർ അതിക്രമം കാട്ടിയെന്നാരോപിച്ചാണ് സമരം. ബസ്സുകളുടെ സമയക്രമത്തെ ചൊല്ലി തർക്കം. കൊടുങ്ങല്ലൂരിൽ ബസ്സുടമയെയും മകനെയും തീകൊളുത്തി കൊല്ലാൻ ശ്രമം. പ്രതി ഒളിവിൽ. കൊടുങ്ങല്ലൂർ നഗരത്തിലെ വെള്ളിയാഭരണ വിൽപ്പനശാലയിൽ മോഷണം. 20 കിലോഗ്രാം വെള്ളി കവർന്നു. വീട്ടുനികുതി, കുടിവെള്ള നിരക്കുകളിൽ വൻ ഇളവുകളും ഒട്ടനവധി വികസന പദ്ധതികളുമായി കോർപ്പറേഷൻ ബജറ്റ്. കൗൺസിൽ യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ചർച്ചയില്ലാതെ അജണ്ട പാസാക്കുന്നത് തുടർക്കഥ. സാഹിത്യ അക്കാദമിയിലെ വാഴപ്പിണ്ടി വിവാദം കത്തുന്നു. അക്കാദമി സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ് ആക്രമിച്ചതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റേത് തരം താഴ്ന്ന രാഷ്ട്രീയമെന്ന വൈശാഖൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കനത്ത ചൂടിൽ തിളച്ച ജില്ല. സൂര്യാഘാതത്തിനെതിരെ മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം. രാത്രിയിലും ചൂടിന് കുറവില്ല. അന്തരീക്ഷ താപം പരിധി വിട്ടുയരുമ്പോൾ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരതാപം പുറന്തള്ളാൻ കഴിയാതെ വരികയും ചെയ്യും. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന ഈ അവസ്ഥയാണ് സൂര്യാഘാതം. പന്തല്ലൂരിൽ വയോധികൻ വയലിൽ സൂര്യാഘാതമേറ്റ് മരിച്ചത് മാറുന്ന കാലാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫെബ്രുവരി മാസത്തിൽ തന്നെ ജില്ല കൊടും ചൂടിൽ അമർന്നിരിക്കുകയാണ്. ചൂടിനു പുറമെ ശക്തമായ ചൂടുകാറ്റ് വീശുന്നതും ജനങ്ങളെ വലയ്ക്കുന്നു. പ്രളയത്തിന് ശേഷം കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൊടിക്കാറ്റും അത്യുഷ്ണവും മൂലം പകൽ പുറത്തേക്കിറങ്ങാൻ കഴിയാതായിട്ടുണ്ട്. രാത്രിയും ചൂടിന് ശമനമില്ല. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് കഴിവതും ഒഴിവാക്കണം. ധാരാളം വെള്ളം കുടിക്കണം. ക്ഷീണം, തലകറക്കം, രക്തസമ്മർദ്ദം താഴുക, തലവേദന, പേശിവേദന, അസാധാരണമായ വിയർപ്പ്, കഠിനമായ ദാഹം, ദേഹത്ത് പൊള്ളലേറ്റ പോലെ പാടുകൾ കാണപ്പെടുക, ബോധക്ഷയം മുതലായവയാണ് സൂര്യാഘാതം ഏൽക്കുന്നതിന്റെ ലക്ഷണങ്ങൾ. സൂര്യാഘാതമേറ്റവർക്ക് കൃത്യമായ പരിചരണം ലഭിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളെ ബാധിച്ച് മരണത്തിന് പോലും കാരണമായേക്കാം. മുതിർന്ന പൗരന്മാർ, കുഞ്ഞുങ്ങൾ, മറ്റ് ദീർഘകാല രോഗമുള്ളവർ, ദീർഘനേരം വെയിൽ കൊള്ളുന്ന ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് സൂര്യാഘാതം ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. വെയിലത്ത് ജോലി ചെയ്യുന്നവർ ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വെയിലത്ത് ജോലി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദാഹമില്ലെങ്കിൽ പോലും ഓരോ മണിക്കൂറിലും 2 മുതൽ 4 വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഇനിയും ഉയരും. കേരളം ഇതുവരെ കാണാത്ത പൊള്ളുന്ന ചൂടിനെതിരെ കരുതൽ അനിവാര്യമാണ്. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിൽ തീപിടുത്തം വ്യാപകമാകുന്നു. ഓടി വലഞ്ഞ് അഗ്നിശമന സേന. വേനൽക്കടുത്തതോടെ ജില്ലയിൽ തീപിടുത്തം വ്യാപകമാവുകയാണ്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പല പ്രദേശങ്ങളിലുമായി ദിവസേന നിരവധി തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറുതും വലുതുമായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ വലയുന്നത് ജില്ലയിലെ അഗ്നിശമന സേനാംഗങ്ങളാണ്. ഉണങ്ങിയ പുല്ലിനും പാടത്തുമാണ് ഭൂരിഭാഗം തീപിടുത്തങ്ങളും ഉണ്ടാകുന്നത്. ചൂടിന്റെ കാഠിന്യം കൂടിയതും ശക്തമായ കാറ്റും തീ പടരുന്നതിന് കാരണമാകുന്നുണ്ട്. പട്ടിക്കാട് പൂവഞ്ചിറ വനമേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ തൃശൂർ വിലങ്ങൻകുന്ന്, കോവിലത്തുംപാടം തുടങ്ങിയ പല നഗരപ്രദേശങ്ങളിലും തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ഒരേ സമയം വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ എത്തിപ്പെടാനാകാതെ ഫയർഫോഴ്സ് വലയുകയാണ്. നിസ്സാരമായ ചില തീപിടുത്തങ്ങൾക്ക് പോലും ഫയർഫോഴ്സിന്റെ സഹായം തേടുന്നതും പതിവാകുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ നിസ്സാരമായ സംഭവങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് സേന നേരത്തെ അറിയിച്ചിരുന്നു. TCV, തൃശൂർ. ഒളകര ആദിവാസി കോളനിയിൽ വനംവകുപ്പ് അധികൃതർ അതിക്രമം കാട്ടിയെന്നാരോപിച്ച് ആദിവാസികളുടെ നേതൃത്വത്തിൽ പീച്ചി ഒളകര വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ ആദിവാസികൾ വനഭൂമിയിൽ ആട്ടിൻകൂട് സ്ഥാപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ഒഴിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മുൻ ആദിവാസി പ്രൊമോട്ടറായ രതീഷിന്റെ നേതൃത്വത്തിലാണ് ആദിവാസികൾ ആട്ടിൻകൂട് സ്ഥാപിച്ചത്. പട്ടികവർഗ വകുപ്പിന്റെ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 38 കുടുംബങ്ങൾക്ക് 54 ആട്ടിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തിരുന്നു. ഇവയെ വളർത്തുന്നതിനായി സ്ഥാപിച്ച കൂടുകൾ അനധികൃതമെന്ന് ആരോപിച്ചാണ് വനംവകുപ്പ് ഒഴിപ്പിച്ചത്. കസ്റ്റഡിയിലെടുത്ത ആദിവാസി പ്രൊമോട്ടർ രതീഷിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ആദിവാസികളുടെ നേതൃത്വത്തിൽ ഒളകരയിലും പീച്ചിയിലുമുള്ള വനംവകുപ്പിന്റെ ഓഫീസിന് മുന്നിൽ
കുത്തിയിരിപ്പ് സമരം നടത്തിയത്. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബസ് ഉടമയെയും മകനെയും തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. കൊടുങ്ങല്ലൂരിലെ സബീന ബസ് ഉടമ കറുകപ്പാടത്ത് റഷീദ്, മകൻ റമീസ് എന്നിവരെയാണ് ഡീസൽ ഒഴിച്ച് തീവയ്ക്കാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ അഴീക്കോട് ലൈറ്റ് ഹൗസ് റോഡിലായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ അഴീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സുഹൈൽ ബസിന്റെ ഉടമ ആസാദാണ് ഇരുവരെയും തീ കൊളുത്താൻ ശ്രമിച്ചത്. വർക്ക്ഷോപ്പിൽ ഇരിക്കുകയായിരുന്ന റഷീദിന്റെയും റമീസിന്റെയും ദേഹത്ത് ഡീസൽ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബഹളം കേട്ട് വർക്ക്ഷോപ്പ് ജീവനക്കാർ ഓടിയെത്തിയതിനെ തുടർന്ന് ആസാദ് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. സുഹൈൽ ബസിൻ്റെ ഉടമസ്ഥൻ ആസാദ് എന്ന് പറഞ്ഞ ആൾ ഒരു ബക്കറ്റിൽ ഡീസലായി വന്ന് ഞങ്ങളുടെ രണ്ടുപേരെ മേൽക്കൂടെ ഒഴിക്കുകയായിരുന്നു. അപ്പോൾ ഒഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് ആ ഒരു അമ്പരപ്പിൽ ഇരിക്കണ നേരത്ത് ആ ബക്കറ്റ് കൊണ്ട് വാപ്പാനെ തല്ലാൻ ശ്രമിച്ചു. ആ സമയത്ത് വാപ്പ അവിടെ നെഞ്ചത്ത് ചെറിയൊരു അടി കിട്ടി. അപ്പം ഇങ്ങനെ മാറി. അപ്പം ഞാൻ അയാളെ തടയാൻ വേണ്ടി ഇതാക്കിയപ്പോഴത്തേനും നമ്മളൊരു ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഒരു കണ്ടക്ടറുടെ ബസ് കഴുകുന്നുണ്ടായിരുന്നു. ആൾ ഓടി വന്ന് റഷീദിനും മകനുമൊപ്പം വർക്ക്ഷോപ്പിലുണ്ടായിരുന്നവരെ ഫോൺ വിളിച്ച് വഴി മാറ്റിയ ശേഷമായിരുന്നു ആക്രമണം. റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ബസിന്റെ സമയക്രമം സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ വെള്ളി ആഭരണ വിൽപ്പനശാലയിൽ മോഷണം. 20 കിലോഗ്രാം വെള്ളി കവർന്നു. വടക്കേനറയിലെ കർണഗി ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ജ്വല്ലറിയുടെ മേൽക്കുരയിലെ ഓടിളക്കിയ മോഷ്ടാവ് സീലിംഗ് പൊളിച്ചാണ് അകത്ത് കയറിയത്. ജ്വല്ലറിയിലെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന വെള്ളി ആഭരണങ്ങളും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. ജ്വല്ലറിക്കകത്തെ ഒരു CCTV ക്യാമറയുടെ വയർ നശിപ്പിച്ചിട്ടുണ്ട്. മോഷണ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന. രാവിലെ ജ്വല്ലറി തുറക്കാനെത്തിയ ഉടമ വിനോദാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് കൊടുങ്ങല്ലൂർ SI A. മുകുന്ദൻ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. പെരിങ്ങണ്ടൂർ വെട്ടിക്കാവ് വിഷ്ണു ശിവക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ഓഫീസ് റൂമും മോഷ്ടാക്കൾ തുറന്നിട്ടുണ്ട്. 5000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്, സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തകൾ തുടരുന്നു. വീട്ടുനികുതി, കുടിവെള്ള നിരക്കുകളിൽ വൻ ഇളവുകളുമായി 2019-20 വർഷത്തേക്ക് കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു. 756,56,90,916 രൂപ വരവും 676,20,99,943 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന 2019-20 വർഷത്തേക്കുള്ള തൃശൂർ കോർപ്പറേഷൻ ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ റാഫി ജോസ് പാലിയേക്കര കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. കുടിവെള്ളത്തിന് 10% നിരക്കിൽ ഇളവും 1500 ചതുരശ്ര അടി വരെയുള്ള വീടുകൾക്ക് ചതുരശ്ര മീറ്ററിന് 3 രൂപ മുതൽ 7 രൂപ വരെ ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുഴയ്ക്കൽ, ഒല്ലൂക്കര എന്നിവിടങ്ങളിൽ 5 കോടി രൂപ ചിലവഴിച്ച് പുതിയ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കും. പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി 200 കോടി നീക്കിവച്ചിട്ടുണ്ട്. ടാഗോർ സെന്റിനറി ഹാൾ 40 കോടി ചിലവിൽ ആധുനികമായി പുനർനിർമ്മിക്കും. നടുവിലാലിലും ചെമ്പൂക്കാവിലും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിക്കും. ഒളരിയിലെയും പടിഞ്ഞാറേക്കോട്ടയിലെയും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പുനർനിർമ്മിക്കും. ലാലൂരിൽ പുതിയ സ്പോർട്സ് കോംപ്ലക്സിന് 70 കോടി രൂപ നീക്കിവെക്കും. ശക്തൻ നഗറിൽ ആധുനിക സൗകര്യമുള്ള കോർപ്പറേഷൻ ഓഫീസ്, ആധുനിക രീതിയിലുള്ള മത്സ്യമാംസ പച്ചക്കറി മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ നിർമ്മിക്കും. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകൾ ആധുനികമായ രീതിയിൽ വികസിപ്പിക്കും. ലോക നിലവാരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങും. ചിയാരത്ത് 50 കോടി ചെലവിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കും. നെഹ്റു പാർക്ക് നവീകരിക്കും. ഒല്ലൂർ പനംകുറ്റിച്ചിറയിൽ പാർക്ക് നിർമ്മിക്കും. നഗരത്തിൽ വ്യാപകമായി CCTV ക്യാമറകൾ സ്ഥാപിക്കും. കോലത്തുംപാടത്ത് മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റവും ഷോപ്പിംഗ് കോംപ്ലക്സും പാർക്കും നിർമ്മിക്കും. നിരവധി നഗരവികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള ബജറ്റാണ് പുതിയ സാമ്പത്തിക വർഷത്തേക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. ബജറ്റ് നിർദ്ദേശങ്ങൾ തിങ്കളാഴ്ച ചേരുന്ന കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. TCV തൃശൂർ. ബജറ്റിന് ശേഷമുള്ള കോർപ്പറേഷൻ കൗൺസിൽ യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണത്തിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതിയുണ്ടെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. മാലിന്യ സംസ്കരണം സംബന്ധിച്ച അവലോകന റിപ്പോർട്ട് ആദ്യ അജണ്ടയായി ചർച്ചയ്ക്ക് എടുത്തപ്പോഴാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുമ്പോഴും
നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മാലിന്യം കുന്നുകൂടുകയാണെന്നും പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു. പൊതുജന പങ്കാളിത്തം വാക്കുകളിൽ ഒതുങ്ങിയ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരാജയപ്പെട്ടെന്നും കോൺഗ്രസ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മാലിന്യ സംസ്കരണ വിഷയത്തിൽ BJP അംഗങ്ങളും യോഗത്തിൽ പ്രതിഷേധമറിയിച്ചു. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ ശരിവയ്ക്കുന്ന നിലപാടുമായി മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ ഭരണപക്ഷാംഗം വർഗീസ് കണ്ടംകുളത്തി രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഇടതുപക്ഷ സംഘടനാനുകൂലികളാണെങ്കിലും കൈക്കൂലി വാങ്ങുന്ന കാര്യത്തിൽ തങ്ങൾക്കും മറിച്ചൊരു അഭിപ്രായമില്ലെന്നാണ് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞത്. ഉദ്യോഗതലത്തിൽ അഴിമതികൾ സ്വയം തിരുത്താൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ശ്രമിക്കേണ്ടതെന്നും വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. കോൺഗ്രസ് അംഗങ്ങളുടെ അഭാവത്തിൽ മറ്റ് അജണ്ടകൾ ചർച്ച കൂടാതെ യോഗം പാസാക്കി. TCV തൃശൂർ. 4 ചെറുകിട ജലവൈദ്യുത പദ്ധതികളും വിവിധ സോളാർ പദ്ധതികളും 110 kV സബ്സ്റ്റേഷനും സാക്ഷാത്കരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം 2019-20 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ റാഫി ജോസ് പാലിയേക്കരയാണ് വൈദ്യുതി ബജറ്റ് അവതരിപ്പിച്ചത്. 324 കോടി രൂപ വരവും 309 കോടി ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കോർപ്പറേഷൻ പരിധിയിലെ 27ഓളം സർക്കാർ കെട്ടിടങ്ങളിൽ 1 മെഗാവാട്ടിന്റെ സോളാർ പദ്ധതിയും 4 ചെറുകിട ജലവൈദ്യുത പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കണ്ണംകുഴി, ആവേർകുട്ടി, ഇട്ടിയാനി, കാഞ്ഞിരക്കൊല്ലി പദ്ധതികളിൽ നിന്നായി 25.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുക്കാനായി അനർട്ടുമായി സഹകരിച്ച് പദ്ധതി തയ്യാറാക്കും. ബെഞ്ചമിൻ സോളാർ പദ്ധതി എന്ന പേരിൽ കോർപ്പറേഷൻ പരിധിയിലെ 39,000 ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. അനർട്ടുമായി സഹകരിച്ച് സോളാർ എനർജി ശേഖരിച്ചു വെക്കുന്നതിനായി സോളാർ എനർജി സ്റ്റോറിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കും. ജീവനക്കാരുടെ ഭവനങ്ങളിൽ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പലിശരഹിത വായ്പയായി 2 ലക്ഷം രൂപ നൽകും. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന് തനതായ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കും. പുതിയ സ്മാർട്ട് പ്രീപെയ്ഡ് മീറ്ററുകൾ സ്ഥാപിക്കും. വൈദ്യുതി വിഭാഗം ബജറ്റിനെക്കുറിച്ച് തിങ്കളാഴ്ച ചേരുന്ന കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. TCV തൃശൂർ. സാഹിത്യ അക്കാദമി സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. കരുനാഗപ്പള്ളിയിൽ സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനന്റെ കാർ തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നടുവിലാൽ പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തിയത്. പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഡോക്ടർ C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. അതേസമയം വാഴപ്പിണ്ടി വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഹസിച്ച് അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസിന്റേത് തരം താഴ്ന്ന രാഷ്ട്രീയമാണെന്ന് വൈശാഖൻ കുറ്റപ്പെടുത്തി. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ സാംസ്കാരിക നായകർ മൗനം പാലിക്കുന്നതായി ആക്ഷേപിച്ചാണ് യൂത്ത് കോൺഗ്രസ് വാഴപ്പിണ്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിനെതിരെ ഫേസ്ബുക്കിൽ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴപ്പിണ്ടി കൊറിയറിൽ അയക്കുകയായിരുന്നു. ചേലക്കര കാളിയാറോട് ചന്ദനക്കുളം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ശനിയാഴ്ച രാവിലെ പള്ളിയിൽ ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളത്തിന്റെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും ഖത്തം ദുആയും നടന്നു. തുടർന്ന് പള്ളിയിൽ നടന്ന അന്നദാനത്തിന് നിരവധി ആളുകൾ പങ്കെടുത്തു. വിവിധ മഹലുകളുടെ കീഴിലും നേർച്ച കമ്മിറ്റികളുടെ കീഴിലും നാടെങ്ങും അന്നദാനമുണ്ടായിരുന്നു. തൃക്കണായ, പുലാക്കോട്, പങ്ങാരപ്പള്ളി, എളനാട്, കാളിയാറോട് എന്നീ പ്രധാന മഹലുകൾ പള്ളിയിൽ കൊടിയേറ്റം നടത്തി. ഞായറാഴ്ച പുലർച്ചെ വരെ പള്ളിയിലേക്ക് നേർച്ചകൾ വന്നുകൊണ്ടിരിക്കും. ചേലക്കര എളനാട് റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പ്രശസ്തമായ ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട് ഞായറാഴ്ച വൈകിട്ട് 7:30 സാമ്പിൾ. വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടി ശിവകാശി സ്വദേശിയായ വിജയകുമാറാണ് ഇത്തവണ വെടിക്കെട്ട് ഒരുക്കുന്നത്. എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ച് വർണ്ണഭംഗിയുള്ള വെടിക്കെട്ടാണ് ഇക്കുറി സജ്ജമാക്കുന്നത്. പൂര ദിവസം പകൽ വെടിക്കെട്ട് ഏങ്കക്കാട് ദേശവും പുലർച്ചെ വെടിക്കെട്ട് കുമരനല്ലൂർ ദേശവുമാണ് ഒരുക്കുന്നത്. സാമ്പിളിനോടനുബന്ധിച്ച് മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടുക എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലും തട്ടുകടകളിലും മിന്നൽ പരിശോധന നടത്തി. പുതുക്കാട്, ഇരിങ്ങാലക്കുട, കരുവന്നൂർ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലും ദേശീയപാതയുടെ ഇരുവശങ്ങളിലും രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്ന തട്ടുകടകളിലുമായിരുന്നു പരിശോധന. തട്ടുകടകളിൽ പലതും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. പല ഹോട്ടലുകളിലും ആഹാരത്തിൽ ചേർക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന കൃത്രിമ നിറങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഏതാനും സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ ജയശ്രീ, ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ ഡോക്ടർ അർച്ചന, R. രേഷ്മ, ഡോക്ടർ രേഖ മേനോൻ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉത്സവ ബലി ഞായറാഴ്ച നടക്കും. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് ഉത്സവ ബലി.
രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ഉത്സവ ബലി ചടങ്ങ്. ഭഗവാന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണി കൊട്ടി വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ചടങ്ങ്. എല്ലാ ദേവഗണങ്ങൾക്കും പൂജയോടുകൂടി ബലി തൂവും. ഭഗവാനെ സാക്ഷി നിർത്തിയാണ് ബലി തൂവുന്നത്. ക്ഷേത്രം തന്ത്രി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. രാവിലെ 11 മുതലാണ് ഉത്സവബലി ദർശനം. ക്ഷേത്ര മതിൽക്കകത്ത് എഴുന്നള്ളിച്ചു വെച്ച ഭഗവാനെ തൊഴുന്നതിന് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുക. ഈ സമയത്ത് ഭഗവാനെ ദർശിക്കുന്നതിന് 30 കോടി ദേവന്മാരും എത്തുമെന്നാണ് സങ്കല്പം. ഉത്സവബലി ദിവസം എല്ലാ ചരാചരങ്ങൾക്കും അന്നം നൽകി തൃപ്തിപ്പെടുത്താറുണ്ട്. ഈ പുണ്യസമയത്ത് ആരും പട്ടിണി കിടക്കരുതെന്നുദ്ദേശിച്ച് പക്ഷിമൃഗാദികൾക്ക് പോലും അന്നം നൽകാറുണ്ട്. ഉത്സവബലിക്ക് ഗുരുവായൂരിൽ ദേശപ്പകർച്ചയാണ്. ദേശപ്പകർച്ചയ്ക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യവട്ടമാണ് നൽകുക. TCV ഗുരുവായൂർ. ജനകീയ ഇടപെടലുകളാണ് നവോത്ഥാനത്തെ അർത്ഥവത്താക്കിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്ത് നവോത്ഥാനം, മാനവികത, ചരിത്രം, വർത്തമാനം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യങ്ങളിൽ ഊന്നി EMS സർക്കാർ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നടപ്പാക്കിയ നയങ്ങൾ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് മനസ്സിലെ നവോത്ഥാനത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് കെ രാജൻ MLA അധ്യക്ഷനായിരുന്നു. കേരള കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, സംസ്ഥാന ലൈബ്രറി കൗൺസിലർ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, KEN കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ലാലൂരിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ചീഫ് സെക്രട്ടറി ടോം ജോസ് സന്ദർശനം നടത്തി. ലാലൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആധുനിക മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചീഫ് സെക്രട്ടറിയുടെ സന്ദർശനം. പ്രദേശവാസികളുമായും പരിസ്ഥിതി പ്രവർത്തകരുമായും ചർച്ച നടത്തിയ അദ്ദേഹം പ്ലാന്റിന്റെ കാര്യക്ഷമതയെ സംബന്ധിച്ച് വിശദീകരിച്ചു. ജില്ലാ കളക്ടർ TV അനുപമ, ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര, കോർപ്പറേഷൻ സെക്രട്ടറി വിനു C കുഞ്ഞപ്പൻ തുടങ്ങിയവരും പങ്കെടുത്തു. ലാലൂരിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ലാലൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് ആരംഭിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ചാവക്കാട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. പൊന്നാനി സ്വദേശി കിഴക്കകത്ത് ഉമ്മറിനാണ് പരിക്കേറ്റത്. വലിയ വള്ളത്തിലെ തൊഴിലാളിയായ ഉമ്മർ കടലിൽ വലയിടുന്നതിനിടെ റോപ്പിൽ കാൽ കുടുങ്ങിയാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഉമ്മറിനെ ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ ചെന്നായിപ്പാറ ദിവ്യഹൃദയ ആശ്രമത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവന്റെ ആശീർവാദ കർമ്മവും സമർപ്പണവും നടന്നു. രജത ജൂബിലിയുടെ നിറവിലുള്ള പീച്ചി ചെന്നായിപ്പാറ ദിവ്യഹൃദയാശ്രമത്തിന് ജൂബിലി സമ്മാനമായാണ് ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ സ്നേഹഭവൻ നിർമ്മിച്ചു നൽകിയത്. 2.5 കോടി രൂപ ചിലവിൽ അന്തേവാസികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം. സ്നേഹഭവന്റെ ആശീർവാദ കർമ്മവും നാമഫലകം അനാച്ഛാദനവും ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിച്ചു. ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ ട്രസ്റ്റി ജോളി ജോയ് ആലുക്കാസ് ഗൃഹപ്രവേശനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുയോഗം അഡ്വക്കേറ്റ് കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ജോയ ലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ ലൂക്കാസ് അധ്യക്ഷനായിരുന്നു. ഇവർക്ക് വേണ്ട നല്ല ടോയ്ലറ്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് എയർ ധാരാളം വരാൻ വേണ്ടി വീടിൻ്റെ നാല് ഭാഗത്തും ഓപ്പൺ ഏരിയയാണ് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനിങ് മുതൽ എല്ലാം ഞങ്ങളുടെ ഓഫീസ് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഹാള് ഇവരുടെ റിക്രിയേഷനും ഇവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇത്രയും വിശാലമായിട്ട് പണിതിട്ടിരിക്കുന്നത്. ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോസ്, പഞ്ചായത്ത് അംഗം ബാബു തോമസ്, ദിവ്യഹൃദയാശ്രമം ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ, സിസ്റ്റർ സോഫി പെരേപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗായകൻ ഫ്രാങ്കോ പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നും അന്തേവാസികളുടെ കലാപരിപാടികളും നടന്നു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 280 കുടുംബങ്ങൾക്കും കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരായ 36 കുടുംബങ്ങൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകൽ, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും കോർപ്പറേഷൻ ജില്ലാ ജനറൽ ആശുപത്രിയിലെയും വാർഡുകളുടെ നവീകരണം, രോഗികൾക്ക് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ, എല്ലാ മാസവും 1000 ഡയാലിസിസ് രോഗികൾക്ക് കിറ്റ് വിതരണം,
3 ജില്ലകളിൽ എല്ലാ മാസവും മെഗാ മെഡിക്കൽ ക്യാമ്പ്, അഗതികൾക്കും അനാഥർക്കും രോഗികൾക്കുമായി ഒട്ടേറെ സഹായ വിതരണം തുടങ്ങി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിന് മാതൃകയാവുകയാണ് ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ. ജോയ ലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലൂക്കാസിന് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു. കൊച്ചി ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്ത് ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ IAA ആക്കുല പ്രസിഡന്റ് ശ്രീനിവാസൻ സ്വാമി ജോയ് ആലൂക്കാസിന് പുരസ്കാരം സമ്മാനിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പുകളിൽ ഒന്നായി ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിനെ കെട്ടിപ്പടുത്തതിനാണ് ജോയ് ആലൂക്കാസിന് 44ാമത് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ലോക ഉച്ചകോടിയിൽ ആദരിച്ചത്. അന്താരാഷ്ട്ര ജ്വല്ലറി ശൃംഖലയായ ജോയ ലൂക്കാസ് ഗ്രൂപ്പിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 160ഓളം ഷോറൂമുകളുണ്ട്. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലൂക്കാസ്. വാർത്തയിലേക്ക്. ഒരുമനയൂർ മുത്തമ്മാവ് സെന്ററിൽ കാറുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പെരുമ്പാവൂർ സ്വദേശികളായ മുഹമ്മദ് സിയ, മുഹമ്മദ് അലി, ഇരട്ടപ്പുഴ മടേക്കടവ് സ്വദേശികളായ ഷിജിത്ത്, പ്രജിത്ത്, സുമേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട് ടോട്ടൽ കെയർ ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷിജിത്തിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ അപകടം, ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന് പുറകിൽ കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാർ മുന്നിലുണ്ടായിരുന്ന ലോറിക്ക് പുറകിലിടിച്ചു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. നഗരത്തിൽ നിന്നുള്ള വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിച്ചത്. 100 കണക്കിന് സ്വദേശിയും വിദേശിയുമായ പ്രാവിനങ്ങളുമായി യുണൈറ്റഡ് പീജിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന 4ാമത് ഓൾ ഇന്ത്യ ഗ്രാൻഡ് പീജിയൻ ഷോ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നു. തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ഓൾ ഇന്ത്യ ഗ്രാൻഡ് പീജിയൻ ഷോ ഡോക്ടർ PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. പീജിയൻ ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി ബിന്നി ഇമ്മട്ടി അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഡാനിഷ് ജോൺ, സെക്രട്ടറി വിനോദ് ദേവി തുടങ്ങിയവർ പങ്കെടുത്തു. 100 കണക്കിന് അലങ്കാരപ്രാവുകളുടെ മനോഹര പ്രപഞ്ചം തീർത്ത് ആരംഭിച്ചിരിക്കുന്ന ഓൾ ഇന്ത്യ ഗ്രാൻഡ് പീജിയൻ ഷോയിൽ സ്വദേശിയും വിദേശിയുമായ പ്രാവുകൾ ഏവരുടെയും ശ്രദ്ധ കവരുന്നതാണ്. നയന മനോഹാരിത ശരീരത്തിൽ ആവാഹിച്ച മയൂഖങ്ങളെ പോലെ നിലയുറപ്പിക്കുന്ന ഇന്ത്യൻ ഫാൻടെയിൽ, ചിറകുകളിലെ ചുരുളുകളിൽ വശ്യതയ്ക്ക് പുതുമാനം നൽകിയ ഫ്രിൽ ബാഗ്, ആകാര സൗകുമാര്യവും ആകർഷണീയതയും സമം ചേർന്ന ഹംഗറേനിയൻ ജയന്റ് ഹൌസ്, വായു ബലൂണുകളിൽ ഭൂമിയെ ആവാഹിച്ചെന്നവണ്ണം നിലയുറപ്പിക്കുന്ന യൂറോപ്യൻ പോമറേനിയൻ പൗട്ടർ, പമ്പര സമാനമായി ഭൂമിയിൽ വട്ടം കറങ്ങുന്ന റോളർ പീജിയൻ, പ്രാവുകളിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായ കിങ് പീജിയൻ, അന്നനടത്തത്തെ ശരീരത്തിലും മനസ്സിലും ആവാഹിച്ചെന്ന പോലെയുള്ള ഫ്രഞ്ച് മൊണ്ടേൻ, തലയിലെ ചുട്ടികളുടെ മനോഹാരിതയാൽ ഭൂമിയെ ഒതുക്കിപ്പിടിച്ചെന്നവണ്ണം തോന്നിപ്പിക്കുന്ന ബൊക്കാറോ, ഇംഗ്ലീഷ് ട്രംപറ്റർ പീജിയൻസ്, അഴകളവുകളിൽ ക്യാറ്റ് വാക്ക് നടത്തുന്ന യൂറോപ്യൻ ലാഹോറി തുടങ്ങിയവയെല്ലാം കാഴ്ചക്കാരെ ആഹ്ലാദഭരിതരാക്കുന്നതാണ്. വിവിധ ഇനങ്ങളിലായി പ്രാവുകളെ അണിനിരത്തിയുള്ള മത്സരത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖർ വിധികർത്താക്കളായി. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങ് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് TCV. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടകര സഹൃദയ കോളേജിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ അന്തർ സർവകലാശാല പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പുരുഷ വിഭാഗ മത്സരങ്ങളിൽ മുംബൈ യൂണിവേഴ്സിറ്റി 40 പോയിന്റോടെ ചാമ്പ്യന്മാരായി. ആതിഥേയരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2 വെള്ളിയും 2 വെങ്കലവുമായി 39 പോയിന്റോടെ 2ാം സ്ഥാനം നേടി. ബെസ്റ്റ് മെൻ പവർ ലിഫ്റ്ററായി മുംബൈ യൂണിവേഴ്സിറ്റിയിലെ സാഹിൽ ഉത്തേക്കറിനെ തെരഞ്ഞെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ K മുഹമ്മദ് ബഷീർ ചാമ്പ്യന്മാർക്ക് ട്രോഫി സമ്മാനിച്ചു. സഹൃദയ കോളേജ് ഡയറക്ടർ ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിൽ, പ്രിൻസിപ്പാൾ ഡോക്ടർ PO ജെൻസൺ, വൈസ് പ്രിൻസിപ്പാൾ MJ റാണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ പ്രശസ്ത മൃദംഗ വിദ്വാൻ ഡോക്ടർ K ജയകൃഷ്ണനെ സുഹൃത്തുക്കളും ശിഷ്യരും ചേർന്ന് തൃശൂരിൽ ആദരിച്ചു. ലയമധുരം എന്ന് പേരിട്ട പരിപാടി വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു.
സാമ്പ്രദായിക താളം മാത്രമല്ല, പുതിയ താളക്രമങ്ങൾ കണ്ടെത്താൻ സർവകലാശാലകൾ ഊന്നൽ നൽകണമെന്ന് മന്ത്രി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഗുരുനാഥനായ പാലക്കാട് TR രാജാമണിയെ കെ ജയകൃഷ്ണൻ ആദരിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, മൃദംഗ ആചാര്യൻ പ്രൊഫസർ പാറശാല വി രവി, സംഗീത വിദ്വാൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, പ്രൊഫസർ ജോർജ് എസ് പോൾ, പ്രദീപ് സി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചെന്നൈ വിഷ്ണുദേവ് നമ്പൂതിരിയുടെ സംഗീത കച്ചേരി അരങ്ങേറി. 3 വർഷമായിട്ടും നിയമന അംഗീകാരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എയ്ഡഡ് സ്കൂൾ അധ്യാപക-അനധ്യാപകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് കണ്ണീർ യാത്ര നടത്തി. പടിഞ്ഞാറേക്കോട്ട പരിസരത്ത് നിന്നും ആരംഭിച്ച കണ്ണീർ യാത്ര കാനാട്ടുകരയിലെ മന്ത്രിയുടെ വസതിക്ക് 50 മീറ്റർ അകലെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം കേരള സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂൾ നോൺ അപ്രൂവ്ഡ് സ്റ്റാഫ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ പൊന്നുമണി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുജീഷ് പല്ലാവൂർ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ എച്ച് നാസിമുദ്ദീൻ, കെ മുഹമ്മദ് ലബീബ് തുടങ്ങിയവർ സംസാരിച്ചു. കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിക്കൊണ്ടായിരുന്നു കണ്ണീർ യാത്ര നടത്തിയത്. ഉത്സവ പറമ്പുകളിൽ 5 പതിറ്റാണ്ടിലധികമായി നിറസാന്നിധ്യമായ കുഞ്ഞു മുഹമ്മദിന്റെ മിഠായിക്ക് ഇന്നും ഇരട്ടി മധുരമാണ്. ഒരു കാലത്ത് മിഠായിക്ക് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞിരുന്നവർ ഇന്ന് മക്കൾക്കും പേരമക്കൾക്കും സന്തോഷത്തോടെയാണ് കുഞ്ഞു മുഹമ്മദിന്റെ മിഠായി വാങ്ങി നൽകുന്നത്. 50 വർഷത്തിലധികമായി തൃശൂർ ജില്ലയിലെ ഒട്ടുമിക്ക പൂരപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകളിലും മിഠായി തട്ടുമായി സജീവമാണ് മറ്റം സ്വദേശി പണിക്ക വീട്ടിൽ കുഞ്ഞു മുഹമ്മദ്. മറ്റം ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തെ കൊച്ചുകൂരയ്ക്ക് മുന്നിലെ മിഠായി തട്ടുമെടുത്ത് ഉത്സവ സീസണായാൽ പിന്നെ ഓട്ടമാണ്. വിൽപ്പനയ്ക്ക് വേണ്ട ചുവന്ന മിഠായിയും ശർക്കര മിഠായിയും ഇദ്ദേഹം സ്വന്തമായാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൈപുണ്യത്തിന്റെ മാധുര്യം നുണഞ്ഞവർ വീണ്ടും ഇദ്ദേഹത്തിനരികിലെത്തും. ചുവപ്പ്, മഞ്ഞ എന്നിങ്ങനെ മിഠായിക്ക് വേണ്ട ശരീരത്തിന് ഹാനികരമല്ലാത്ത കളർ ചെന്നൈയിൽ നിന്നും കൊണ്ടുവരികയാണ് പതിവെന്ന് ഇദ്ദേഹം പറയുന്നു. പഞ്ചാരയിൽ പൊടി മായൊന്നും ചേർക്കില്ല. നല്ല മിഠായി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. അതിൽ ചെളി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാണ്ട് ചെളി പഞ്ചാരയിൽ തുടച്ച് കളഞ്ഞിട്ടാണ് മിഠായി ഉണ്ടാക്കുക. ചളി കളഞ്ഞിട്ടാണ് മിഠായി ഉണ്ടാക്കുക. അല്ലാണ്ട് വൃത്തികേടില്ല അതിൽ മിഠായി ഉണ്ടാക്കാൻ പറ്റില്ല. നന്നാക്കി ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക് എല്ലാവർക്കും. ഇദ്ദേഹത്തിന്റെ കളർകോല് മിഠായിക്ക് പുറമെ കാരക്കയും കടല വറുത്തതും കുട്ടികൾക്ക് പ്രിയങ്കരം തന്നെ. നിലത്ത് മിഠായി തട്ടുമായി കച്ചവടം നടത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കൂനമുച്ചി സത്സംഗിന്റെ നേതൃത്വത്തിൽ കുഞ്ഞു മുഹമ്മദിന് മേശയും കസാരയും നൽകി. മറ്റം മേതൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ EK അശോകൻ, C ജിതേഷ്, സത്സംഗ് ജനറൽ സെക്രട്ടറി PJ സ്റ്റൈജു എന്നിവർ ചേർന്നാണ് മേശയും കസാരയും കൈമാറിയത്. മിഠായി വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് 2 പെൺമക്കളെ കെട്ടിച്ചയച്ചത്. ഇനിയും ഒരു പെൺകുട്ടിയെ കൂടി കെട്ടിച്ചയക്കാനുണ്ട് എന്നതിനാൽ പ്രായാധിക്യത്തിന്റെ അവശതയിലും കുട്ടികളുടെ മനം കുളിർപ്പിച്ച് തന്റെ സബരിയുമായി കുഞ്ഞു മുഹമ്മദ് പ്രയാണം തുടരുകയാണ്. ഇന്നത്തെ സാമ്പത്തിക ശേഷിയിൽ മകളെ കെട്ടിച്ചയക്കാൻ കാരുണ്യമതികൾ കനിയേണ്ടി വരുമെന്ന് നിറകണ്ണുകളോടെ അദ്ദേഹം വിതുമ്പുന്നു. പ്രായത്തിന്റെ അവശതയിലും അധ്വാനിച്ച് കുടുംബം പോറ്റുന്നതിനിടയിൽ മകളുടെ മംഗല്യം നടത്തിക്കൊടുക്കാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഇദ്ദേഹം മിഠായി തട്ടുമായി ആരാധനാലയ മുറ്റങ്ങൾ കയറിയിറങ്ങുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ 2 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി തിരുത്തിപ്പറമ്പ് എലപ്പുള്ളി ചോമോൻ, പത്തനാപുരം കാരാമൂട്ടിൽ സുധീർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ നിരവധി പേരിൽ നിന്നായി കോടികളുടെ തട്ടിപ്പ് നടത്തിയതായാണ് സൂചന. കൊടകര CI സുരേഷ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതികളെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടിയത്. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹിയുടെ ജ്യേഷ്ഠനെ ഭണ്ഡാര മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ ചാലക്കുടി മോനപ്പള്ളി ശിവക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ
കൊടകര മഠപ്പറമ്പ് മഠത്തിൽ വാസുദേവൻ നമ്പൂതിരിയെയാണ് ചാലക്കുടി CI ജെ മാത്യുവും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 19-നാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടിക്കപ്പെട്ടത്. 1 വർഷം മുൻപ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പൊളിച്ച് വിളക്കുകൾ മോഷ്ടിച്ചത് ഇയാളാണെന്നും പോലീസ് പറഞ്ഞു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസം നടത്തി. കോർപ്പറേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ഉപവാസം DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഷിജു വെളിയത്ത് അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ, സുനിൽ അന്തിക്കാട്, സജീവൻ കുരിയച്ചിറ, ജോൺ ഡാനിയൽ, A പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. കോൺഫെഡറേഷൻ ഓഫ് കേരള ബ്യൂട്ടീഷ്യന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബെലിൻഡ കേരളീയ വനിതോത്സവം ശ്രദ്ധേയമായി. തൃശൂർ പാലസ് റോഡിന് സമീപം ഭാരതീയ വിദ്യാഭവൻ ഹാളിൽ നടന്ന ബെലിൻഡ കേരളീയ വനിതോത്സവം സിനിമാ താരം ലിയോണ ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. ചേസ് MD ഡോക്ടർ നരേഷ് അറോറ ബ്യൂട്ടീഷ്യൻസിന് ക്ലാസ് എടുത്തു. കോൺഫെഡറേഷൻ ഓഫ് കേരള ബ്യൂട്ടീഷ്യൻസ് സംസ്ഥാന പ്രസിഡന്റ് മഞ്ജു സുഭാഷ്, വൈസ് പ്രസിഡന്റ് സിമി ജോബ്സൺ, ജനറൽ സെക്രട്ടറി ഷിബി സുൽഫിക്കർ, ജില്ലാ പ്രസിഡന്റ് സുബിത ബാബു, ഷാജിശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രൈഡൽ കോമ്പറ്റീഷൻ, കേരളീയ സാരി മത്സരം, കേശാലങ്കാര മത്സരം, ബ്രൈഡൽ ഷോ, ബ്യൂട്ടി എക്സ്പോ എന്നിവയും ബെലിൻഡ കേരളീയ വനിതോത്സവത്തിൽ അരങ്ങേറി. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ ഫിലിം കൾച്ചറൽ ആൻഡ് ഇവന്റ് ഫേസിന്റെ ആഭിമുഖ്യത്തിൽ അഭിനയിക്കാൻ കഴിവുള്ളവരെ തെരഞ്ഞെടുക്കാനായി ന്യൂ ഫേസ് സെലക്ഷൻ സംഘടിപ്പിച്ചു. സിനിമാ താരങ്ങളായ ലിഷോയ്, കൊളപ്പുള്ളി ലീല, സീരിയൽ താരം കിരൺ, സംവിധായകൻ കരീം, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 15% മുതൽ 50% വരെ ഡിസ്കൗണ്ടുമായി ജീവന മെഡിക്കൽസ് അയ്യന്തോൾ സിവിൽ ലൈൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. അയ്യന്തോൾ സിവിൽ ലൈൻ റോഡിലെ സരസ്വതി മെമ്മോറിയൽ ബിൽഡിംഗിൽ സുധർമ്മ മെട്രോപോളിസ് ലാബിന് സമീപം ആരംഭിച്ച ജീവന മെഡിക്കൽസ് സാവിത്രി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവന മെഡിക്കൽസ് പാർട്ട്ണർമാരായ കുത്തബ്ദീൻ ഷാ, സന്തോഷ് ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഔഷധ വിപണന രംഗത്ത് ക്രമാതീതമായ വിലവർധനയ്ക്ക് ഒരു ആശ്വാസമായി ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും വിലക്കിഴിവോടെ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ജീവന മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ടോടെ ലഭ്യമാണ്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുമുണ്ട്. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്ന ജീവന മെഡിക്കൽസിൽ സൗജന്യമായി ഹോം ഡെലിവറിയും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9562393758. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത ചൂടിൽ തിളച്ച് ജില്ല. സൂര്യാഘാതത്തിനെതിരെ മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം. പ്രളയത്തിന് ശേഷമുള്ള കാലാവസ്ഥാ വ്യതിയാനമെന്ന് വിദഗ്ധർ. പീച്ചി ഒളകര വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ആദിവാസികളുടെ പ്രതിഷേധ സമരം. ഒളകര ആദിവാസി കോളനിയിൽ വനംവകുപ്പ് അധികൃതർ അതിക്രമം കാട്ടിയെന്നാരോപിച്ചായിരുന്നു സമരം. ബസ്സുകളുടെ സമയക്രമത്തെ ചൊല്ലി തർക്കം. കൊടുങ്ങല്ലൂരിൽ ബസ്സുടമയെയും മകനെയും തീകൊളുത്തി കൊല്ലാൻ ശ്രമം. പ്രതി ഒളിവിൽ. കൊടുങ്ങല്ലൂർ നഗരത്തിലെ വെള്ളിയാഭരണ വിൽപ്പനശാലയിൽ മോഷണം. 20 കിലോഗ്രാം വെള്ളി കവർന്നു. വീട്ടുനികുതി, കുടിവെള്ള നിരക്കുകളിൽ വൻ ഇളവുകളും ഒട്ടനവധി വികസന പദ്ധതികളുമായി കോർപ്പറേഷൻ ബജറ്റ്. കൗൺസിൽ യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ചർച്ചയില്ലാതെ അജണ്ട പാസാക്കുന്നത് തുടർക്കഥ. സാഹിത്യ അക്കാദമിയിലെ വാഴപ്പിണ്ടി വിവാദം കത്തുന്നു. അക്കാദമി സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ് ആക്രമിച്ചതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റേത് തരം താഴ്ന്ന രാഷ്ട്രീയമെന്ന് വൈശാഖൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.